ചില യുദ്ധങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കതിന്റെ ബലം അറിയാം. ഒന്നിനു പുറകെ ഒന്നായി രാജ്യങ്ങളെ കശക്കി എറിഞ്ഞ് മുന്നേറിയ 2003 ലോകകപ്പിലെ ഓസ്ട്രേലിയൻ ടീമിനെ സംബന്ധിച്ച് ഏതൊരു യുദ്ധവും അതിന്റെ പൂർണ്ണ ആധിപത്യത്തിൽ ജയിക്കുക എന്നത് അവർക്ക് നിർബന്ധമായിരുന്നു. അവർക്കത് ശീലമായിരുന്നു. എതിരെ വരുന്ന എതിരാളിയോ അവരുടെ പടയുടെ വലിപ്പമോ ഒന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല. തങ്ങളുടെ രാജാവ് മുമ്പിൽ നിന്ന് നയിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, അവർ ആ ആത്മവിശ്വാസത്തിൽ എതിരാളികളെ ഓരോന്നായി കശക്കി എറിഞ്ഞ് മുന്നേറി. അപ്പോൾ അവരുടെ മുമ്പിൽ ഒരു കുഞ്ഞൻ പടയെത്തി. ആ ലോകകപ്പിലെ തന്നെ ഏറ്റവും ദുർബലർ എന്ന് വിശേഷിക്കപ്പെട്ട കെനിയയുടെ പോരാളികൾ, സ്റ്റീവ് ടിക്കോളയും തോമസ് റോഡോളയും പോലുള്ള ചുരുക്കം ചില പോരാളികൾ മാത്രമുള്ള ടീം. യുദ്ധം എന്തായാലും അധിക സമയം നീളില്ല. എതിരാളികളെ വേഗം തകർത്തറിഞ്ഞ് ബാക്കിയുള്ള സമയം വിശ്രമിക്കാം എന്ന ധാരണയിലിരുന്ന ഓസ്ട്രേലിയയുടെ കണക്കുകൂട്ടലുകൾ പോലെ തന്നെയാണ് കാര്യങ്ങൾ ആദ്യം മുമ്പോട്ട് പോയത്. പേരുകേട്ട ഫാസ്റ്റ് ബോളിംഗ് ആക്രമണത്തിന് മുമ്പിൽ തകർന്നടിയുകയല്ലാതെ മറ്റു ഒരു വഴിയും പാവം കെനിയയ്ക്ക് മുമ്പിൽ ഇല്ലായിരുന്നു. അവർ ധൈര്യമായി തോൽക്കുന്ന ഈ യുദ്ധമൊന്നും കാണാൻ നിൽക്കാതെ പലരും TV ഓഫ് ചെയ്തു. പിറ്റേ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വരുന്ന തലക്കെട്ടുകൾ വരെ പലരും ഓർത്തു. വെറും 174 റൺസിന് കെനിയ പുറത്താകുന്നു. ചടങ്ങ് എപ്പോൾ അവസാനിക്കുമെന്നോ ഓർത്തു നിന്നപ്പോൾ കെനിയയ്ക്കായി ഒരു അവതാരം പ്രത്യക്ഷപ്പെട്ടു. 8.3 ഓവറിൽ വെറും 7 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് എടുത്ത ആസിഫ് കരീം എന്ന മിടുക്കനായ സ്പിന്നറുടെ മായാജാലം അപ്പോഴാണ് ക്രിക്കറ്റ് ലോകം കാണുന്നത്. ഏത് മഹായുദ്ധത്തിലും വിറയ്ക്കാത്ത ഓസ്ട്രേലിയയുടെ കോട്ട അന്ന് ചെറുതായി കുലുങ്ങി. അവർ ചെറുതായി ഭയപ്പെട്ടു. ലോകകപ്പിലെ മറ്റ് പ്രമുഖ ടീമുകളോട് ഏറ്റുമുട്ടിപ്പോൾ പോലും ഇല്ലാതിരുന്ന ഒരു പേടി അവരെ അലട്ടാൻ തുടങ്ങി. ഒടുവിൽ സ്വല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും 5 വിക്കറ്റിന് അവർ ജയം സ്വന്തമാക്കി. ഉള്ളുകൊണ്ട് അവർ കെനിയൻ ടീമിന് കയ്യടി നൽകി കാണും. ഈ ആ ധീരതയ്ക്ക് ബ്രഡ്ലി ഹാട്രിക് നേടിയ മത്സരമായിരുന്നിട്ട് കൂടി മാന്ത്രിക സ്പെല്ലെറിഞ്ഞ ആസിഫ് കരീമായിരുന്നു ആ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തങ്ങൾ മത്സരത്തിൽ ചെറുതായി ഒന്ന് പേടിച്ചു എന്ന ഓസ്ട്രേലിയൻ നായകൻ പോണ്ടിങ്ങിന്റെ സമ്മർദ്ദത്തിലുണ്ട് ആ മത്സരത്തിന്റെ വീര്യവും വാശിയും എല്ലാം. ഒരു കാലത്ത് ക്രിക്കറ്റ് ലോകത്തെ വമ്പന്മാരെ ചെറുതായി ഭയപ്പെടുത്തി മുന്നേറിയ 2003 ലോകകപ്പിലെ കെനിയയുടെ യാത്ര കെട്ടുകഥ പോലെ വിചിത്രമായിരുന്നു. ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ ശ്രീലങ്കയെ തോൽപ്പിച്ച് അവർ കാനഡ, സിംബാബ്വെ ടീമുകളോട് തകർത്തെറിയുന്നു. സുരക്ഷാ കാരണങ്ങളാൽ കിവീസ് ഒരു മത്സരത്തിൽ നിന്ന് പിന്മാറിയതോടെ കെനിയ അടുത്ത റൗണ്ടിലെത്തുന്നു. അവിടെ ഓസ്ട്രേലിയ, ഇന്ത്യ ടീമുകളോട് പരാജയപ്പെട്ടെങ്കിലും നന്നായി പൊരുതി നോക്കി. ഇതിലെ ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരം ക്രിക്കറ്റ് ലോകത്ത് ഭാവിയിൽ വളർന്നു വരുന്ന ടീമുകൾക്ക് ഇന്നും ഒരു പാഠം തന്നെയാണ്. ഒന്നും നഷ്ടപ്പെടാനില്ലാതെ എതിരെ വരുന്ന എതിരാളി വമ്പ് കാണിച്ചെത്തുമ്പോൾ കീഴടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പൊരുതി നോക്കി അവരെ ഒന്ന് വിറപ്പിക്കാൻ, ഒന്ന് ഭയപ്പെടുത്താൻ.